റബ്ബർ ഏകവിളയായി വളർത്തിയെടുത്തതിന്റെ ദോഷങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുകയാണ് പുൽപ്പള്ളി കാവളക്കാട്ട് വീട്ടിൽ റോയി ആന്റണി. കഴിഞ്ഞ 7 വർഷമായി കാപ്പി ഇടവിളയായി വളർത്തി ആദായം നേടി മാതൃകയാവുകയാണ് ഈ കർഷകൻ. തണൽ കൂടുന്നതിനനുസരിച്ച് വളർച്ച കൂടുന്നതാണ് റോയിയുടെ കാപ്പി തൈകൾ. അതുകൊണ്ട് തന്നെ റബ്ബർ മരങ്ങൾക്കിടയിൽ വളർത്താൻ അനുയോജ്യം. അറബിക്ക ഇനത്തിൽപ്പെട്ട സെലക്ഷൻ 13 എന്ന ഈ പ്രത്യേക ഇനം കാപ്പി തൈകൾ 3 വർഷം കൊണ്ട് കർഷകന് ആദായം നൽകി തുടങ്ങും. ഒരേക്കറിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 1500 കിലോ മുതൽ 1800 കിലോ വരെ വിളവെടുക്കാം. ശരാശരി 1.5 ലക്ഷം രൂപ വരെ കർഷകർക്ക് അതുവഴി ഉറപ്പാക്കാം. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും പിടിച്ചു നിൽക്കാൻ ഇതിലും നല്ല ആദായമാർഗം വേറെയില്ലെന്ന് റോയി സാക്ഷ്യപ്പെടുത്തുന്നു. തെങ്ങായാലും റബ്ബറായാലും കുരുമുളകായാലും ഏത് കൃഷിക്കും അതിനോട് യോജിക്കുന്ന ഒരു ഇടവിള കൃഷി. അപ്പോൾ ആ തരത്തിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഏറ്റവും ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കണ്ട ഒരു പ്രത്യേക ഇനം റബ്ബറിന്റെ ഉൽപ്പാദനത്തെ അത് 1% പോലും ദോഷം ചെയ്യാത്ത രീതിയിൽ അതിന്റെ വേരുപടലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തായ്വേരുള്ള ഒരു സംവിധാനമാണ് ഈ കാപ്പിയുടേത്. അതുപോലെ തന്നെ ഒരു 30 മുതൽ 80% വരെ ഷെയ്ഡ് ഉള്ള സ്ഥലങ്ങൾക്ക് യോജിക്കുന്നതാണ്. കാപ്പി ഇടവിളയായി കൃഷി ചെയ്താൽ റബ്ബറിന്റെ ഉൽപ്പാദനത്തിന് കുറവ് വരില്ലെന്നും അത് റബ്ബറിന് കൂടുതൽ കരുത്തു പകരുമെന്നുമാണ് റോയിയുടെ കണ്ടെത്തൽ. സെലക്ഷൻ 13 ഇനം കാപ്പിച്ചെടികൾക്ക് ആവശ്യക്കാരേറിയതോടെയാണ് റോയി സെലക്ഷൻ എന്ന പേരിൽ നഴ്സറി ആരംഭിച്ചത്. ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലും റോയിയുടെ കാപ്പി തൈകൾ വേര് പിടിച്ചു കഴിഞ്ഞു. ആവശ്യക്കാർക്ക് കേരളത്തിലെവിടെയും തൈകൾ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യവും റോയി ഒരുക്കിയിട്ടുണ്ട്. അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ, വയനാട്.